പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് ദൈവം നമ്മെ വലിയ ആശ്വാസത്തിൽ നടത്തും. ഹല്ലേലൂയ. വലിയ ആശ്വാസത്തിൽ നടത്തും. കർത്താവ് ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവമാണ്. ആമേൻ. പ്രാർത്ഥനയിലായിരിക്കാം നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ആശ്വാസത്തിൽ നിന്ന് മടങ്ങിപ്പോകാനായിട്ട്. വലിയ തകർച്ചയുടേതായുള്ള ലോകമാണ് നാം ജീവിക്കുന്നത്. ലോകത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഒരുപക്ഷെ ദൈവത്തിൻ്റെ വാഴ്ച അല്ല ചില മണ്ഡലങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തകർച്ചയുടെ മണ്ഡലമായതുകൊണ്ട് ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസം സ്വീകരിക്കുവാൻ നാം പഠിക്കേണ്ടവരാകും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവേ, ഞങ്ങൾ ഈ സമയം തൃക്കരങ്ങളിലേക്ക് നൽകുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ സമയം നൽകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് അങ്ങയുടെ ജനം ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അങ്ങയുടെ പ്രിയ മക്കൾ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നല്ലോ. ആശ്വസിപ്പിക്കണമേ, 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 ആശ്വസിപ്പിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു ചിലരുടെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ഒരു പുതിയ ബലം പകരും, ഒരു പുതിയ ബലം പകരും. എനിക്കിനി മുന്നേറുവാനായിട്ട് കഴിയുന്നില്ല, എനിക്കിനി അടുത്തൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നില്ല, ഞാൻ പൂർണ്ണമായിട്ടുള്ള ആശങ്കയിലൂടെ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവം പുതിയ ബലം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വാക്ക് ചില വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സ്പഷ്ടമായിട്ട് കടന്നു വരും. വിജയ് എന്നുള്ള പേർ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. നീ ഒരു ജയാളിയായി മാറും, നീ ഒരു ജയാളിയായി മാറും, ഒരു ജയാളിയായി മാറും. ഹല്ലേലൂയ. എന്ത് നിന്റെ ജീവിതത്തിൽ ഈ സാഹചര്യത്തിൽ നടക്കുന്നുവോ അത് അല്ല നിന്നെ നിർവചിക്കുന്നത്. നിന്റെ ദൈവം നിന്നെ അയച്ചിരിക്കുന്നത് ജയാളിയായി ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചറിയിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് ദീർഘായുസ്സോടുകൂടെ ജീവിക്കാനായിട്ട് കർത്താവ് നിന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, ഇന്ന് നിങ്ങളൊരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ മറ്റെങ്ങും ചിന്തിക്കേണ്ട, നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാട്ടെ, എൻ്റെ കർത്താവേ, എൻ്റെ പിതാവേ, എന്നെ ആശ്വസിപ്പിക്കണമേ എന്ന് ചോദിച്ചാട്ടെ. ആ തിരുവചനം പറയുന്നത്, നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരു നാളും, ഏതെങ്കിലും ചില നാളെന്നല്ല ബൈബിള് പറയുന്നത്, തിരുവചനം പറയുന്നത് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരു നാളും നിരസിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ആ ഒരു നാളിൽ പെട്ടിരിക്കുന്ന ഒരു നാളാകുന്നു എന്നെങ്കിൽ നിങ്ങൾ തകർന്നിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ദൈവത്തോട് ചോദിച്ചാട്ടെ, എൻ്റെ പിതാവേ, എൻ്റെ കർത്താവേ. നിങ്ങൾ ഇന്ന് എങ്ങനെ ദൈവത്തെ അറിയുന്നുവോ ആ ഏറ്റവും അടുത്ത ആ ബന്ധത്തിൻ്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ചോദിക്കാമോ, എൻ്റെ പിതാവേ, എന്നെ ആശ്വസിപ്പിക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ എന്നുള്ള പേരിൻ്റെ ഓർമ്മയിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വലിയ ഒരു തണുപ്പും ഒരു ജയവും പ്രതീക്ഷിക്കാത്ത ഒരു ദൈവപ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദൈവത്തിന് ചില സാഹചര്യങ്ങളെ മാറ്റുവാൻ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാനായിട്ട് ഒരു നിമിഷം മതി, ഒരു പ്രവൃത്തി മതി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യാശ എന്നുള്ളത് നമുക്ക് കൈവിടണ്ട, പ്രത്യാശ കൈവിടണ്ട. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങിൽ വിശ്വസിക്കുന്നു. കർത്താവെ, ഓൺലൈനായി കണ്ടുകൊണ്ടിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവരിലും ശക്തമായി നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഇന്ന് യഹോവ റോഹി, എൻ്റെ ഇടയനാകുന്ന ദൈവം എന്നുള്ള പശ്ചാത്തലത്തെക്കുറിച്ച്, ആ നാമത്തെക്കുറിച്ച് ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. യഹോവ റോഹി, എൻ്റെ ഇടയനാകുന്ന ദൈവം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന എൻ്റെ ഭവനത്തിൽ എനിക്കിനി ആരുമില്ല, എന്നെ നയിക്കുവാനായിട്ട് ആരുമില്ല. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കാനും ശുശ്രൂഷിക്കാനും എല്ലാം ഞാൻ ആഗ്രഹിക്കുക. കാരണം ഇന്ന് അനേകർ ബലപ്പെട്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകും, ഇന്ന് അനേകർ ആശ്വസിപ്പിക്കപ്പെട്ട് മടങ്ങിപ്പോകും. കാരണം ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങളെ ഇന്ന് തൊടും. ഹല്ലേലൂയ.
ചിലർ ചിന്തിക്കുന്നു, അതായത് എന്നെ ഇനി നയിക്കുവാൻ ആരുമില്ല. ഒരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പ്രിയപ്പെട്ട വ്യക്തികൾ ഇന്ന് ഇല്ലാത്ത സാഹചര്യമായിരിക്കാം. നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളെ ഇല്ലായിരിക്കാം. എന്നാൽ യഹോവ റോഹി, നിങ്ങളുടെ ഇടയനായിട്ട്, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് അവിടെ ദാവീദ് പറയുന്നത്. അത് നമ്മുടെ ഭാഗമാണ്. എൻ്റെ എന്നുള്ളത് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. യഹോവ എത്രയോ പലർക്കും ഇടയനാണെന്നുള്ളത് നമുക്കറിയാം. ഈ ദൈവം പലർക്കും പിതാവാണെന്നറിയാം. പക്ഷേ ദ മോമെന്റ് അത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു വലിയ മാറ്റം സംഭവിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 147:3 മുതൽ നമുക്ക് ആരംഭിക്കാം. ആ വാക്യം പറയുന്നത്, മനം തകർന്നവരെ ഈ ദൈവം സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മുറിവ് വെച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. അത് ശരീരത്തിലാണ്, നമുക്കറിയാം, അത് പഴുക്കും. പഴുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കും. പിന്നെ ആ ഭാഗങ്ങൾക്ക് വിഷമം തോന്നിയാലും ശരി, ചിലപ്പോൾ അങ്ങ് മുറിച്ചു മാറ്റേണ്ടി വരുന്നത് പോലെ അത് ഇൻഫെക്റ്റഡ് ആകും. അത് വേറെ ആരുടെയും ഉത്തരവാദിത്തമല്ല. എൻ്റെ മുറിവിൽ ആശ്വാസം ലഭിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ചിന്തിച്ചാട്ടെ. ഹല്ലേലൂയ. കാരണം ഞാൻ ഇടയനില്ലാത്തവനല്ല, എനിക്കൊരു പിതാവില്ലാത്ത വ്യക്തി അല്ല ഞാൻ. എൻ്റെ മുറിവുകളിൽ എനിക്ക് സൗഖ്യവും എൻ്റെ മുറിവ് വെച്ച് കെട്ടുവാനും ഒരു ദൈവമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്തം ഇന്ന് എൻ്റേതാകുന്നു എന്ന് നമുക്ക് ഏറ്റുപറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം അത് എൻ്റെ ഉത്തരവാദിത്തമാകുന്നു. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരെ ഈ കാര്യത്തിൽ സഹായിക്കാൻ കഴിയും. എന്നാൽ തിരുവചനം പറയുന്നത്, ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നാം നുറുങ്ങിയിരിക്കുന്ന, തകർന്നിരിക്കുന്ന ഹൃദയം കൊണ്ട് അടുത്ത് വരണമെന്നാണ് പറയുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് വിഷമം വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം, അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ടെമ്പർമെൻ്റ് അനുസരിച്ചിരിക്കും. ചിലർ അറ്റാക്കേഴ്സാണ്. കർത്താവ് വന്നാലും അങ്ങനെ ചെയ്തല്ലോ, എങ്ങനെയാ ചെയ്യുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത്. ചിലർ വിഡ്രോവേഴ്സാണ്. പിന്നെ അടുത്തൊരു 10 ദിവസത്തേക്ക് പ്രാർത്ഥനയുമില്ല, ഒന്നുമില്ല. സൈക്കോളജിയിൽ പലപ്പോഴും അതിന് റിലേഷൻഷിപ്പ് ഫിലോസഫി, അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്നൊക്കെ പറയും. അതായത് നാം ബന്ധപ്പെടുന്നതിൻ്റെതായിട്ടുള്ള രീതി, അത് പലപ്പോഴും എല്ലാ ബന്ധങ്ങളിലും അത് സ്ഥായിയായിട്ട്, സ്ഥിരമായിട്ട് ആ പ്രവണത കാണുവാൻ കഴിയും. തിരുവചനം പറയുന്നത്, ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടല്ലാതെ ഒന്നും ഭവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അതിനാൽ നമ്മുടെ തകർന്നിരിക്കുന്ന ഹൃദയം കൊണ്ട് നാം ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് ചെയ്യേണ്ടത്. എബ്രായ ലേഖനം പറയുന്നത്, അതായത് ഡ്രോ നിയർ ടു മീ എന്നാ ദൈവം പറയും. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാനും നിങ്ങളുടെ അടുക്കലേക്ക് സമീപസ്ഥനാകും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, കർത്താവ് നമ്മുടെ മനസ്സിനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാട്ടെ. ഈ കർത്താവ് മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന ദൈവവും അതോടൊപ്പം തന്നെ മുറിവുകളെ വെച്ച് കെട്ടുന്ന ദൈവവുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിപ്പം പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തിരുവചനം വായിക്കുമ്പം ഒരു വാക്യം വായിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതിൻ്റെ ഗ്രീക്കും ഹീബ്രുവും ഒക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പേ അതിങ്ങനെ വെച്ചിട്ട് ഞാൻ അതങ്ങ് പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവ്, ഇതെനിക്ക് ആവശ്യമുള്ളതാണ്, നമുക്കിതൊന്ന് ചെയ്യാമോ? ഇന്ന് ആരെങ്കിലും ഇവിടെ മനസ്സ് തകർന്നവരായിട്ട് മനസ്സിനൊരു സൗഖ്യം ആവശ്യമുണ്ടെങ്കിൽ, എൻ്റെ അകത്ത് മുറിവുണ്ടെന്നുള്ളത് എനിക്കറിയാം. ചിലർക്ക് ഈ മുറിവുണ്ടെന്ന് പറയാൻ വലിയ വിഷമമാണ്. കാരണം മുറിവുണ്ടെന്ന് പറഞ്ഞാൽ സാക്ഷ്യം പോകുന്ന ആരോ എവിടെയോ പറഞ്ഞെന്നാ തോന്നുന്നു. എനിക്കറിയില്ല, തിരുവചനത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം തിരുവചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി പേര് സാക്ഷികളൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ സാക്ഷിയല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യരുതെന്ന് വിചാരിക്കുന്ന കാര്യം ക്ലിയർ ആയിട്ടുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശൂലം കുത്തി, ഇതൊക്കെയാ പറയുന്നത്. അതുകൊണ്ട്
ഞാൻ പലപ്പോഴും ഈ മുടിയനായ പുത്രനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും എനിക്ക് വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഈ മുടിയനായ പുത്രൻ അവൻ്റെ സ്ഥാനത്ത് എന്തായിരുന്നു അതുപോലെ അവൻ ആ പിതാവിൻ്റെ അടുക്കിലേക്ക് വന്നേ. അവൻ അതുപോലെ ആ പിതാവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോഴത്തേക്കും പിതാവ് ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുറിവും നമ്മുടെ തകർച്ചയും നമ്മുടെ പരാജയങ്ങളും അത് ഏത് നിലവാരത്തിലാണെങ്കിലും ശരി, ഈ പിതാവാകുന്ന, ഈ ഇടയനാകുന്ന നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അതുപോലെ കടന്നു വരുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഒരു മുഖം മൂടിയുടെയോ അല്ലെങ്കിൽ ഒരു ഔപചാരികതയുടെ ഒന്നും ആവശ്യമില്ലാതെ, എൻ്റെ അപ്പാ, എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് കടന്നു വരുവാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് നിങ്ങളുടെ തകർച്ച എന്ത് തന്നെയാണെങ്കിലും ശരി, നിങ്ങളുടെ മുറിവുകൾ എന്ത് തന്നെയാണെങ്കിലും ശരി, മുറിവുണ്ടോ എന്നും ഒത്തിരി ഒന്നും നമുക്ക് ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. മുറിവുണ്ടെങ്കിൽ വേദനയുണ്ട്. തകർച്ച ഉണ്ടെങ്കിൽ അവിടെ ഒരു നിരാശയുണ്ട്. ഇന്ന് എന്താകുന്നോ നിങ്ങളുടെ തകർച്ച? ചിലരുടെ സ്വപ്നങ്ങൾ തകർന്നു പോയിരിക്കുന്നു. ചിലരുടെ ജോലിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകർന്നു പോയിരിക്കുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകർന്നു പോയിരിക്കുന്നു. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരു നാളും നിരസിക്കുകയില്ല. ഇന്ന് ദൈവത്തിനോട്, കാരണം ഈ ആശ്വാസമില്ലാതെ എത്ര നാൾ ഓടാൻ കഴിയും? ഈ നീറിക്കൊണ്ട് എത്ര നാൾ ഓടാൻ കഴിയും? ഇന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഈ വേദന കൊടുക്കുന്നത് സകലതും ചെയ്യുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്കാണ്. ആ വലിയ പ്രത്യാശയോടെ കൊടുത്താട്ടെ. ആ വലിയ പ്രത്യാശയോടെ കൊടുത്താട്ടെ. ആ വലിയ പ്രത്യാശയോടെ കൊടുത്താട്ടെ. ചില നഷ്ടങ്ങൾ, ചില വേദനകൾ, അത് പറയുവാൻ പോലും കഴിയാതെ വണ്ണം വേദനയോടെ ആയിരിക്കുന്ന ചില നഷ്ടങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്താട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലതിനെ വാക്കുകൾ കൊണ്ട് പറയുവാൻ കഴിയുന്നില്ലായിരിക്കാം. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന, ഹൃദയത്തിൻ്റെ ഉള്ളറകളെ കാണുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ പ്രയാസങ്ങളെ, നിങ്ങളുടെ തകർച്ചകളെ, നിങ്ങളുടെ തോൽവികളെ, നിങ്ങളുടെ നിരാശകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? വലുതായിട്ട് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് വന്ന ചില കാര്യങ്ങൾ തകർന്നുപോയി. ആ നിരാശ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാമോ? ചില വേദനകൾ വളരെ ആഴത്തിലുള്ളതായതുകൊണ്ട് മാനുഷികമായിട്ടുള്ള വാക്കുകൾക്ക് അവിടെ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവമക്കളായിരിക്കുന്ന നാം നമ്മുടെ പിതാവിൽ നിന്ന് ഈ ആശ്വാസം സ്വീകരിക്കാൻ നാം പഠിക്കണം. ഒരു വലിയ യാത്ര കർത്താവ് നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. അത് ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന നമ്മുടെ ദൈവമെന്ന് ഈ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ വേദന നീ മാറ്റിവെക്ക്, നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യ എന്ന് പറയുന്ന ദൈവമല്ല, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കലവറയിൽ നിന്ന് പകരുമ്പോൾ അതിന് അവസാനമില്ല. അതുപോലെ നിങ്ങളുടെ വേദന എത്ര ആഴത്തിലുള്ള വേദനയാണെങ്കിലും ശരി, അതിനെ നികത്തുവാൻ, അതിനെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന ആശ്വാസത്തിൻ്റെ അളവ് ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പിതാവേ, എന്നെ ആശ്വസിപ്പിക്കണേ, എന്നെ ആശ്വസിപ്പിക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണം. തിരുവചനം പറയുക, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഈ വിഷമം പലപ്പോഴും, നഷ്ടം പലപ്പോഴും നമ്മളെ പലതിലേക്കും ആകുലതയോടെ വിചാരപ്പെടുവാൻ കാരണമാക്കും. കർത്താവേ, ഞങ്ങളുടെ ആകുലതകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. തിരുവചനം പറയുന്നത്, നിങ്ങളിതെല്ലാം പ്രാർത്ഥനയിൽ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ പക്കൽ കൊടുക്കുമ്പോൾ ദൈവം ആദ്യമേ തന്നെ നിങ്ങളെ ശുശ്രൂഷയ്ക്ക് അയക്കുമെന്നല്ല പറയുന്നത്. ആദ്യം പറയുന്നത്, ആ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. ഹല്ലേലൂയ. ഇന്ന് ഹൃദയത്തിൽ, ചിന്തകളിൽ അതുപോലെ ഉള്ള ഒരു സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്തിൻ്റെ ഒരു ഒഴുക്ക് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. Thank you, Lord. Thank you, Lord. Hallelujah. Thank you, Lord. നന്ദി കർത്താവേ. അത് സംഭവിക്കാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാം ആശ്വസിപ്പിക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ യാത്രയാണ് നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്.
സങ്കീർത്തനം 23 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം പറയുന്നത് യഹോവ റോഹി, യഹോവ എൻ്റെ ഇടയനാകുന്നു. ആ ഇടയന്റെ ചുമതല എന്ന് പറയുന്നത് ആ ആടിനെ എത്തേണ്ടടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുമ്പോൾ വേദനയിലൂടെ, വിചാരപ്പെട്ട്, കഷ്ടത്തിലായി, എനിക്ക് ചിന്തിക്കുവാൻ കഴിയാതെ നമുക്ക് ഈ യാത്രയിൽ മുന്നേറുവാൻ കഴിയുകയില്ല. 1 ശമൂവേൽ 30:6 പറയുന്നത്, ദാവീദ് വലിയ കഷ്ടത്തിലായിരുന്നപ്പോൾ തൻ്റെ കൂടെയുള്ളവർ തന്നെ കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ ദാവീദോ യഹോവയിൽ ധൈര്യപ്പെട്ടെന്നാ പറയുന്നത്. ആശ്വസിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ട് കഷ്ടതയുടെ നടുവിൽ ധൈര്യപ്പെടുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് സകലത്തിനും ഇത് തിരുവചനം നമ്മുടെ സദൃശവാക്യങ്ങൾ 4:23 പറയുന്നത്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ഇംഗ്ലീഷിൽ പറയുന്നത് above all, എല്ലാറ്റിലും മീതെ നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളുക. ഔട്ട് ഓഫ് ഇറ്റ് അറൈസസ് ദ ഇഷ്യൂസ് ഓഫ് ലൈഫ് എന്നാ പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, ചില വ്യക്തികൾക്ക് ചില കാര്യം കാണുമ്പോൾ അവർക്കത് പ്രശ്നമാണ്, എന്നാൽ മറ്റുള്ളവർക്കത് പ്രശ്നമില്ല. ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള കണ്ടീഷൻ പോലെ ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ ചിലത് പ്രശ്നമാണോ അല്ലയോ എന്നുള്ളതും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ശരി, നാം അനുവദിക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ പിതാവ് നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവർ. കാരണം ഞാൻ ഒരു വ്യക്തിയോട് ഇടപെടുമ്പോഴത്തേക്കും ആ വ്യക്തി എന്നോട് പറയുകയാണ്, ഐ എം എ സെൽഫ് മെയ്ഡ് മാൻ. എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു, എങ്ങനെ? അങ്ങനെ ഒരാളില്ല. വളർന്നു വരുന്ന സമയത്ത് ആരോ പറഞ്ഞു കൊടുത്തു, ആരുടെയും മുമ്പിൽ തലകുനിക്കരുത്, ഒന്നും മേടിക്കരുത്, സഹായം ചോദിക്കേണ്ട അവസ്ഥ വരരുത്. അതുകൊണ്ട് കർത്താവിനോട് പോലും സഹായം വേണമെന്ന് ചോദിക്കാൻ മടിയാ. ഈ ദൈവം നമ്മുടെ മുന്നിൽ നിന്ന് നമ്മെ നയിക്കുവാൻ എത്രയോ ഒരുക്കത്തോടെ ആഗ്രഹിച്ചു നിൽക്കുന്നു. ദ കീ തിങ് ഇസ് വി ഹാവ് ടു അലൗ. നാം അനുവദിക്കണം. നാം ദൈവത്തോട് നമ്മുടെ തകർച്ചയുടെ മധ്യേ ആശ്വാസം ചോദിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ സമ്മതിക്കേണ്ടി വരുന്നു, എനിക്ക് തന്നെ ആശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ എൻ്റെ ഈഗോ, അല്ലെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ അഹങ്കാരം, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള അഹംഭാവം, ഞാനെന്നുള്ള ഭാവം, അത് ഞാനൊന്ന് താഴ്ത്തി വെച്ച്, എൻ്റെ കർത്താവേ, എനിക്ക് ആശ്വാസം വേണമെങ്കിൽ, എൻ്റെ ഹൃദയം സ്ഥിരമായിരിക്കണമെങ്കിൽ, എൻ്റെ മനസ്സ് സമാധാനത്തിലാകണമെങ്കിൽ പോലും അങ്ങയുടെ കൃപ എനിക്ക് ആവശ്യമാണെന്ന് നാം സമ്മതിക്കേണ്ടി വരും. ദൈവവുമായിട്ട് സ്നേഹത്തിൽ ബന്ധപ്പെട്ടവർക്ക് അതൊരു കുഴപ്പമില്ല. ദൈവവുമായിട്ടുള്ള ആ വലിയ പിതാവിൻ്റെ അനുഭവത്തിൽ ഇടപെടുന്നവർക്ക് അത് യാതൊരു കുഴപ്പവുമില്ല. ഇല്ലെങ്കിൽ ഈ സഹായം ചോദിക്കാൻ തന്നെ ചിലർക്ക് നാണക്കേടാണ്. ഞാൻ ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ, ഐ ലവ് ഗോഡ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇടയനെ അനുവദിച്ചാട്ടെ, അനുവദിച്ചാട്ടെ, അനുവദിച്ചാട്ടെ. തിരുവചനം പറയുന്നത് നാം എങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ ഹൃദയം എന്തുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുന്നു. കാരണം ഹൃദയത്തിലെ പല കരടുകളും ചില തോന്നലുകളെല്ലാം അല്പം കഴിയുമ്പം അത് മനസ്സിലേക്ക് ചിന്തകളായിട്ട് വരാനായിട്ട് തുടങ്ങും. The feelings get translated into thoughts. പതുക്കെ അത് ചിന്തയെല്ലാം ആയിക്കഴിഞ്ഞ് പിന്നെ അത് ശരീരത്തെ വരെ ബാധിക്കുന്നത് പോലെ ആകും. പിന്നെ അതിൽ നിന്ന് പ്രവൃത്തികൾ അത് പുറപ്പെടുവാനായിട്ട് തുടങ്ങും. തിരുവചനം പറയുക, ജ്ഞാനം പറയുക, അവിടം വരെ നാം കാത്തിരിക്കേണ്ട കാര്യമില്ല. ആദ്യമേ തന്നെ അതിനെ കടയോടെ, വേരോടെ നീ എടുത്ത് കളയുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. ഹല്ലേലൂയ.
ഒരു മനുഷ്യന്റെ ജീവിതത്തെ ആധാരമാക്കുന്നത് അവന്റെ ചിന്തയാണെന്ന തിരുവചനം പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറയുന്നത്, ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. ഭയങ്കര അബണ്ടൻസാ, എല്ലാം അധികമാ, പക്ഷെ അവന്റെ ജീവനെ ആധാരമാക്കിയിരിക്കുന്നത് അവന്റെ സമൃദ്ധിയോ അവന്റെ വസ്തുവകയോ അല്ലെന്നാ തിരുവചനം പറയുന്നത്. എന്നാൽ പിന്നീട് സദൃശവാക്യങ്ങളിൽ 23:7 പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. A man is how he thinketh he is. അവൻ ശരിയായിട്ടായിരിക്കുന്ന പോലെ ആണെന്നല്ല, അവൻ്റെ റിയാലിറ്റി, അവൻ്റെ സത്യമെന്ന് പറയുന്നത് അവൻ എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെയാണെന്നാ പറയുന്നത്. അതുകൊണ്ട് ആ കർത്താവ് ചെയ്യേണ്ട വലിയ പ്രവൃത്തി അത് നടന്നു കഴിഞ്ഞു. അത് ഘനമേറിയ ഒരു പ്രവൃത്തിയാണ്, അത് പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പക്ഷെ പലതും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകാത്തതിന് കാരണം എന്ന് പറയുന്നത് ചിന്താരീതി പഴയതായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ തിരുവചനം നമ്മോട് പറയുന്നത്, റോമാലേഖനത്തിന് 12:3 പറയുന്നത്, 1-2 പറയുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പുതുക്കി പുതിയ നിയമത്തിൽ, പുതിയ വാഗ്ദത്തത്തിലേക്ക്, പുതിയതായിട്ടുള്ള വഴിയിൽ പോകുവാനായിട്ട്, എൻ്റെ പുതിയതായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്കും വിളിയിലേക്കും പ്രവേശിക്കുവാൻ പഴയ ചിന്താരീതി നല്ല പറയുന്നത്, മനസ്സിനെ പുതുക്കുവാനായിട്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന അവിടെ പറഞ്ഞാട്ടെ, മനസ്സിനെ പുതുക്കണമെന്ന് പറഞ്ഞാട്ടെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്തെന്ന് നമുക്ക് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കാർണൽ മാൻ തിങ്സ് ബട്ട് എ സ്പിരിച്വൽ മാൻ പ്രേസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സ്പിരിച്വൽ ആൾക്കാരും ചിന്തിക്കണമെന്ന് തന്നെ ആ തിരുവചനം പറയുന്നത്. മേ ബി എ കാർണൽ മാൻ ഓൺലി തിങ്സ്, ദാറ്റ് മൈ ബി ദ ട്രൂത്ത്. റോമാലേഖനത്തിന്റെ 8:5 തോന്നുന്നു, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറയുന്നത്, അതായത് ജഡീകമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാവിന് കീഴ്പ്പെടാത്തതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, അത് ആത്മാവിന് കീഴ്പ്പെടാത്ത ചിന്ത എന്ന് പറയുന്നത് അത് ദൈവത്തോട് പോരിലാണെന്നാണ് പറയുന്നത്. ഈ വാക്യം തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, സോറി, 8:5 അല്ല. സോ ആത്മാവിന് കീഴടങ്ങാത്ത മനസ്സ്, ഇറ്റ്സ് എൻ enmity വിത്ത് ഗോഡ്. സോ ദൈവവുമായിട്ടുള്ള, അതുകൊണ്ട് തന്നെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അവർ മെഡിറ്റേഷൻ ഇസ് സോ ക്രൂഷ്യൽ. എൻ്റെ ധ്യാനം, ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ, ഞാൻ എന്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവോ, അതും എൻ്റെ ദൈവീക സമൃദ്ധിയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ആശ്വാസത്തിൽ തുടങ്ങി. ഇന്ന് നമുക്കൊരു ഇടയനുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. നാം ആശ്വാസത്തിൽ നിന്ന് നമുക്ക് ധൈര്യത്തിലേക്ക് കയറുവാൻ കഴിയും നാം മനസ്സിലാക്കുന്നു. നമ്മുടെ ചിന്തകൾക്ക് ഇതിൽ വലിയൊരു സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാരണം എന്താ? നമുക്ക് ആകുലപ്പെട്ടുകൊണ്ട് ഈ യാത്രയിൽ മുന്നേറുവാൻ കഴിയുകയില്ല. ആകുലപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബന്ധം പോലും നമുക്ക് ആസ്വദിക്കാൻ കഴിയുകയില്ല. ഇന്ന് എത്രയോ വ്യക്തികൾ ആങ്സൈറ്റി, ആകുലതയിൽ പ്രയാസപ്പെടുന്നു. അത് പലപ്പോഴും ആദ്യം അഫക്റ്റ് ചെയ്യുന്ന, ബുദ്ധിമുട്ടിക്കുന്നത് അവരുടെ വ്യക്തിബന്ധങ്ങളിലാണ്. കർത്താവ് ഇന്ന് അത്ഭുതകരമായിട്ട് ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു കാര്യമല്ല. എന്നാൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ചിന്തയിൽ കഴിയുമെന്നാണ് പറയുന്നത്. പലവിധമായിട്ടുള്ള ഉപദേശങ്ങൾ നാം കേൾക്കുന്നു. നാം തിരുവചനം വായിച്ച് നമ്മുടെ ചിന്തയിൽ ഒരു തീരുമാനമായി എടുക്കേണ്ടത്, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തീരുമാനിക്കുന്നു. തിരുവചനം നമ്മോട് പറയുക എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ ചിന്തിക്കേണ്ട. കാരണം ഒരു മനുഷ്യൻ അവൻ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. എ മാൻ ഹിസ് ഹൗ ഹി തിങ്കeth he is. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ശരിയായിട്ടുള്ള ചിന്ത എനിക്കില്ല എങ്കിൽ ഞാൻ വേറൊരു വ്യക്തിയായി പോകുമെന്നുള്ളത് നാം മനസ്സിലാക്കണം. If I am a result of how I thinketh, then I want to think right. അങ്ങനെയെങ്കിൽ ഞാൻ ശരിയായിട്ട് ചിന്തിക്കുവാൻ ഞാൻ തീരുമാനിക്കണം. തിരുവചനം നമ്മോട് പറയുക, ഞാൻ കൗൺസിലിങ്ങും സൈക്കോളജിയും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും
ഒന്ന് ആഴത്തിലൊന്ന് ചെകഞ്ഞു കഴിയുമ്പോഴത്തേക്കും തിരുവചനം ഓർമ്മ വരുന്നു. കാരണം ഈ തിരുവചനത്തിലെ ജ്ഞാനം അവിടെ എല്ലാം കർത്താവ് കണ്ടുപിടിക്കാനായിട്ട് പലരെയും സഹായിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. I'm amazed at that quote which says, "Science is nothing but humble discoveries of the glory of God." ശാസ്ത്രം എന്ന് പറയുന്നത് ദൈവം ഇങ്ങനെ സ്റ്റാർ എറിഞ്ഞതും സൂര്യൻ ഉണ്ടാക്കിയതും ചന്ദ്രൻ ഉണ്ടാക്കിയതൊക്കെ ഇവിടുന്ന് ടെലസ്കോപ്പൊക്കെ വെച്ച് നോക്കി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നോബൽ പ്രൈസ് കിട്ടും, നമുക്ക് സന്തോഷം. എന്നിട്ട് ചിലർ പറയും ദൈവം ഇല്ല എന്നുള്ളത്. അതിപ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര തമാശ. അപ്പം തിരുവചനം എന്താ പറയുന്നത്? ഈ തിരുവചനത്തിനുള്ള ജ്ഞാനം വളരെ ആശ്ചര്യകരമാണ്. അപ്പം ആരെങ്കിലും ഭാരപ്പെടുവാണെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഫിലിപ്പ് ലേഖനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4-ാം അധ്യായം തൊട്ട് പറയുന്നത് നിങ്ങൾ സന്തോഷിക്കുക, വീണ്ടും വീണ്ടും സന്തോഷിക്കുന്നു പൗലോസ് അപ്പോസ്തലൻ പറയുക. ഇവർക്ക് മനസ്സിലായോ എന്നൊരു സംശയം. അതുകൊണ്ട് പറയാ, ഇല്ല നിങ്ങൾ ആകുലപ്പെടരുത്. ആകുലപ്പെടുന്നതിന് പകരം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും സമാധാനം കിട്ടും. സമാധാനം കിട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? പിന്നെ പുറകോട്ട് പോകരുതെന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് അടുത്ത വാക്യം പറയുന്നത്. ഒടുവിൽ സഹോദരന്മാരെ, എന്ത് ചിന്തിക്കണമെന്ന് പറയുക, സത്യമായതൊക്കെയും, 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഫിലിപ്പ് ലേഖനം, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. നല്ലൊരു ചെക്ക് ലിസ്റ്റാണ് നമ്മുടെ മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്. എൻ്റെ ചിന്തയിൽ എല്ലായ്പ്പോഴുമുള്ള കാര്യങ്ങളിൽ ഇതൊക്കെ എനിക്ക് ടിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ അത് നമ്മുടെ മനസ്സിന് വലിയ സമാധാനമായിരിക്കും. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, നിന്റെ ഈ സമാധാനക്കേട് വരുന്നതും ഇവിടുന്നല്ല, നിന്റെ ധ്യാനത്തിൽ നിന്ന്. ഇറ്റ്സ് മെഡിറ്റേഷൻ. ആൻഡ് ആ ആകുലത മാറണമെങ്കിൽ ഇവിടെ ബാം തേച്ചിട്ട് കാര്യമില്ല, നിന്റെ മെഡിറ്റേഷനാ മാറ്റേണ്ടത്. Hallelujah. When you change your meditation, ധ്യാനം മാറ്റുമ്പോൾ ആ സത്യത്തിൽ നിന്നുള്ള എന്ത് നീ ധ്യാനിക്കുന്നുവോ അതിൽ നിന്നുള്ള ചിന്തകൾ നിന്നെ നിറയ്ക്കുമെന്നാണ് പറയുന്നത്. കൊലോസ്യ ലേഖനം 3:2 പറയുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. Your meditation will decide your spiritual altitude. ഞാൻ ഇവിടത്തേത് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ അത്രയും ഉയരും. തിരുവചനം അതാ നമ്മെ പഠിപ്പിക്കുന്നത്, എ പാറ്റേൺ. ഞാൻ ഇവിടുത്തത് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടം വരെ ഉയരും. എൻ്റെ മെഡിറ്റേഷൻ, എൻ്റെ ധ്യാനം എത്രത്തോളം എനിക്ക് ഉയർത്തുവാൻ കഴിയുന്നോ അത്രമേൽ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഞാൻ വളരും. ഹല്ലേലൂയ. അടുത്ത ആളോട് പറഞ്ഞാട്ടെ, നമ്മുടെ ധ്യാനം മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാട്ടെ. യോശുവയുടെ 1:7 വളരെ സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. അത് പറയുന്നത്, ഈ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം നീ ന്യായപ്രമാണം രാവും പകലും ധ്യാനിക്കുക. സങ്കീർത്തനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത്, നീ ദുഷ്ടന്മാരുടെ വഴിയിൽ നിന്നും പാപികളുടെ വഴിയിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നീ രാപ്പകൽ ഈ ദൈവത്തിന്റെ ന്യായപ്രമാണം ധ്യാനിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 3:1-2 പറയുന്നത്, മകനെ എൻ്റെ ഉപദേശം മറക്കരുത്, നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. നാം ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ, തിരുവചന പ്രകാരം ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ഔട്ട്കം, ഫലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വലിയ താല്പര്യമില്ല, പക്ഷെ നമുക്ക് പ്രയാസം വരുമ്പോഴത്തേക്കും കർത്താവിനോട് പറയും, കർത്താവെ വിശ്വസ്തത വെളിപ്പെടുത്തണമേ എന്നൊക്കെ പറയും. അങ്ങനെ മോൾക്ക് ചിലപ്പം തൊണ്ടയ്ക്ക് വേദനയൊക്കെ വരുമ്പോഴത്തേക്കും ഗാർഗിൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ പറ്റൂല, തണുത്ത കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം, ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നം. പക്ഷേ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എടുത്ത് തിരുമ്മി കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ലഞ്ചിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പം, കർത്താവേ ഈ ഭക്ഷണം ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം മാത്രമായിട്ട് വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും കുറച്ച് മോനൊക്കെ നോക്കി, ഇത് മുഴുവൻ ചീസാ.
ഞാൻ പിന്നെ ആലോചിക്കുക, പ്രാർത്ഥിക്കണോ, പ്രാർത്ഥന നിർത്തണോ? പിന്നെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അപ്പം നമ്മുടെ പല പ്രവർത്തികളിലും എനിക്ക് തോന്നുന്നു നമ്മൾ അറിയാതെ ദൈവത്തോട് പറഞ്ഞിരിക്കുന്ന, കർത്താവേ ഞാൻ വിവരക്കേട് കാണിക്കും, പക്ഷെ കർത്താവ് വിശ്വസ്തനായിരിക്കണം. എന്നിട്ട് നല്ലൊരു വാക്യവും നമ്മൾ ഉപയോഗിക്കും, എൻ്റെ അവിശ്വസ്തതയിലും വിശ്വസ്തനായി വ്യാപരിക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ. അങ്ങനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ കാത്ത് സൂക്ഷിച്ച് അത് നമ്മുടെ പ്രവൃത്തിയിൽ വന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തിരുവചനം സങ്കീർത്തനം സദൃശവാക്യങ്ങൾ 3:5-7 പറയുന്നത്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. പകുതിയായിട്ടോ അല്പമായിട്ടോ ക്വാർട്ടറായിട്ടോ ഒന്നുമല്ല, പൂർണ്ണ ഹൃദയത്തോടെ. നിങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കൊള്ളാമോ വേണോ എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ സമയമെടുത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരു ജീവിതകാലം മുഴുവൻ എടുക്കരുത്, ഒന്ന് തീരുമാനിച്ചാട്ടെ. ആദ്യം 10 പേര് ആ വഴിക്ക് പോകുന്നു, അതുകൊണ്ട് ഞാൻ പോകാം. ഇവിടെ പാട്ടുണ്ട്, അല്ലെങ്കിൽ രാത്രി പറയുണ്ട്, അതുകൊണ്ട് പോകാം. അല്ലെങ്കിൽ കർത്താവിൻ്റെ പുറകെ പോയി അവർക്ക് എന്തോ കിട്ടി, അതുകൊണ്ട് പോകാം. അങ്ങനെയല്ല. നിങ്ങൾക്ക് കർത്താവിനെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല എങ്കിൽ സമയമെടുത്ത് എനിക്ക് ഈ കർത്താവിനെ വിശ്വസിക്കുവാൻ കൊള്ളുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാട്ടെ, സംസാരിച്ചാട്ടെ, ചോദിച്ചാട്ടെ, തീരുമാനിച്ചാട്ടെ. എന്നിട്ട് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്നാണ് പറയുന്നത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ഈ സദൃശവാക്യത്തിൽ തന്നെ 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ഈ ജ്ഞാനം കൊണ്ട് ഭവനം പണിയും, യഹോവ ജ്ഞാനം കൊണ്ട് ഭൂമിയെ പണിതു എന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മളോട് പറയുകയാണ്. എന്നിട്ട് വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുമെന്ന് പറയുക. പക്ഷെ ഇവിടെ പറയുന്നത്, നിനക്ക് തന്നെ നീ വിവേകിയായിട്ട് തോന്നരുത്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായിട്ട് തോന്നരുത്. നിന്റെ എല്ലാ വഴികളും ഈ ദൈവത്തെ നനയ്ക്കാതെയുള്ള ജ്ഞാനവും വിവേകവും അത് സഹായിക്കത്തില്ലെന്നാണ് തിരുവചനം പറയുന്നത്. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഈ ഇടയൻ്റെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ഒരു ജേണിക്ക് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ യാത്രയിൽ എനിക്ക് എൻ്റെ ഇടയൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം സങ്കീർത്തനം 127:1 പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ, എത്ര വിവേകമുണ്ടെങ്കിലും, എത്ര വലിയ കൺസ്ട്രക്ഷൻ വർക്കറാണെങ്കിലും, ആർക്കിടെക്റ്റ് ആണെങ്കിലും, എത്ര വലിയ ജ്ഞാനികളും, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന, ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഈ ഇടയൻ്റെതായിട്ടുള്ള സ്നേഹം അനുഭവിക്കുവാൻ കഴിയും. ഈ ഇടയൻ്റെതായുള്ള നേതൃത്വം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. യഹോവ റോഹി, എന്നെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ദൈവം. ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആഴത്തിൽ ചില പ്രവർത്തികൾ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആദ്യത്തെ ആ വാക്യം പറയുന്നത്, സങ്കീർത്തനം 23 പറയുന്നത്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് അഡോനായ് ഈസ് മൈ ഷെപ്പേർഡ്. വാസ് എന്നല്ല, രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ഇടയനായിരുന്നു എന്നല്ല പറയുന്നത്. യഹോവ എൻ്റെ ഇടയനാകും. നമുക്കത് പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? യഹോവ എൻ്റെ ഇടയനാണോ? ഈ പിതാവ് എൻ്റെ ഇടയനാണോ? ഈ പിതാവിനെ എന്നെ നയിക്കുവാൻ ഞാൻ അനുവദിക്കുന്നുണ്ടോ? ഈ ഇടയൻ്റെയും ആടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചെല്ലാം പറയുമ്പോൾ വളരെ സുപ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ ഇടയൻ ഒരു ശബ്ദമുണ്ടാക്കും. ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളുണ്ടെങ്കിലും അവരുടെ ഇടയൻ്റെതായിട്ടുള്ള സ്വരം ആ ആടുകൾക്ക് അറിയാമെന്ന ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിൽ ഒരുപാടുണ്ട്. കണ്ടാട്ട് വളരെ ആശ്ചര്യകരമാണ്. ഇന്ന് ഈ ദൈവം എൻ്റെ ഇടയനാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാട്ടെ. ഈ ഇടയൻ്റെ ശബ്ദമാണോ
എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ശബ്ദം. ഈ ഇടയൻ്റെ ശബ്ദമാണോ ദ പ്രൈമറി വോയിസ് ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദം? അതോ എൻ്റെ കഴിവിൻ്റെ ശബ്ദമാണോ? എൻ്റെ താലന്തുകളുടെ ശബ്ദമാണോ? എൻ്റെ ഭയത്തിൻ്റെ ശബ്ദമാണോ? ചില പ്രിയപ്പെട്ടവർ എൻ്റെ ജീവിതത്തിലുണ്ട്, അവരുടെ ശബ്ദമാണോ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക്? എൻ്റെ ജീവിതത്തിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദം എന്താ? അതോ എൻ്റെ ജീവിതത്തിൽ ശബ്ദമൊന്നുമില്ലേ? ഞാൻ തകർന്ന് വിഷമത്തിലായിരിക്കുന്ന വ്യക്തിയാണോ? വാട്ട് ഈസ് ദ പ്രൈമറി വോയിസ് ഇൻ മൈ ലൈഫ്? എൻ്റെ ഇടയൻ്റെ ശബ്ദം തന്നെയാണോ? തിരുവചനം പറയുന്നത്, ഈ യഹോവ എൻ്റെ ഇടയനാകുമ്പോൾ. ദാവീദ് പറയുന്നത്, എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് മുട്ടുണ്ടാകയില്ലെന്നാണ് പറയുന്നത്. ആ ബന്ധം വന്നപ്പോൾ വലിയ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. ആ സമയത്ത് മുട്ടുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയുകയില്ല. പക്ഷേ ഇനി മുട്ടുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഈ യഹോവ എൻ്റെ ഇടയനായി എന്ന തനിക്ക് ആത്മാവിലൊരു വെളിപ്പാടുണ്ടായ സമയത്ത് അദ്ദേഹം അവിടെ എഴുതുകയാ, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഹല്ലേലൂയ. നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് സാഹചര്യങ്ങൾ മാറുമായിരിക്കാം, പണപ്പെരുപ്പം വർദ്ധിക്കുമായിരിക്കാം, ഇൻഫ്ലേഷൻ 6%, 7% ഒക്കെ. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. റിയൽ എസ്റ്റേറ്റ് താഴെ പോകുമായിരിക്കാം, മുകളിലോട്ട് പോകുമായിരിക്കാം, പക്ഷേ എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എൻ്റെ മക്കളുടേതായിട്ടുള്ള ഫീസ് അത് വർദ്ധിപ്പിക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷേ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എനിക്ക് നാളത്തേക്ക് സേവിങ്സ് ഇല്ല, എനിക്ക് സ്ഥിര നിക്ഷേപങ്ങളില്ല, ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും ആശ്രയിക്കാനില്ല. വളരെ നല്ല കാര്യമാണ്. ആശ്രയിക്കാനുള്ളവർക്കാണ് ഭയങ്കര പ്രശ്നം. ആശ്രയിക്കാനുള്ളവരോട് പറയണം, ആശ്രയിക്കരുത്, ആശ്രയിക്കരുത്. ഇല്ലാത്തവർക്ക് എന്ത് എളുപ്പമാണ് സമർപ്പിക്കാനായിട്ട്. ഹല്ലേലൂയ. സേവിങ്സ് വേണ്ട, സ്ഥിരനിക്ഷേപം വേണ്ട എന്നല്ല ഞാൻ പറയാൻ വന്നത്. ആശ്രയം എന്ന് പറയുന്നത് എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഹല്ലേലൂയ. അവിടെ ഈ സങ്കീർത്തകൻ പറയുക, ഞാൻ എപ്പോൾ എൻ്റെ ഈ യാഹ്വേ റോഹി, എൻ്റെ ഈ ഇടയനെ ഞാൻ കണ്ടെത്തുന്നുവോ, എനിക്കറിയാം എൻ്റെ ഇടയൻ എന്നെ അവസാന നാൾ വരെ എന്നെ പരിപാലിക്കും. ഹല്ലേലൂയ. എൻ്റെ അവൻ എന്നെ എൻ്റെ യാത്രയിൽ തുടങ്ങി ഇടയ്ക്ക് വെച്ച് എന്നെ വിൽക്കുകയോ എന്നെ അറുക്കുവാനോ എന്നെ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതായുള്ള ഇടയനല്ല. എന്നാൽ എൻ്റെ അവസാന നാൾ വരെ എന്നെ സൂക്ഷിച്ച് കരുതി പരിപാലിക്കുന്ന എൻ്റെ യാഹ്വേ റോഹി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഭയങ്ങളെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഭയങ്ങളൊന്നും ആരും ഒത്തിരി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഭയം എന്ന് പറയുമ്പോൾ തന്നെ ദൈവം പൊങ്ങി വന്നോളും. അത് വലിയൊരു സൗകര്യമാണ്. അൺഇൻവൈറ്റഡ് ഗസ്റ്റാ. വിളിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി ഫുള്ളാക്കിയിട്ട് ഇങ്ങനെ നമ്മുടെ മുകളിൽ കയറി വന്നോളും. പക്ഷെ ഇന്ന് നമ്മളത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്കൊരു പക്ഷേ മുന്നോട്ടുള്ള നാളുകൾ എത്രയുണ്ടെന്നോ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയുകയില്ല. പക്ഷെ എൻ്റെ യാഹ്വേ റോഹിക്ക് എല്ലാം അറിയാം. ഹല്ലേലൂയ. എൻ്റെ ദൈവം സകലതും അറിയുന്ന ദൈവമാകുന്നു. പക്ഷെ ഒറ്റ ഒരു കാര്യമുണ്ട്, ഈ വാക്യമൊന്നും ഓരോ ദിവസവും എടുത്തു വെച്ച് പറഞ്ഞതുകൊണ്ട് അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആദ്യത്തെ വാക്യമാണ് അതിനാധാരം. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? പല സങ്കീർത്തനങ്ങളും നോക്കുമ്പോൾ ആദ്യത്തെ വാക്യമാണ് അതിൻ്റെ ഏറ്റവും ആധാരം. സങ്കീർത്തനം 91 നാം പലപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ മേൽ പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നു. പക്ഷെ അത് അത്യുന്നതന്റെ മറവിലിരിക്കുന്നവന് വേണ്ടിയാണ്. അത്യുന്നതനെ അറിയത്തില്ല, പുറത്ത് ചാടി ഓടി നടന്ന് കുതിര കളിച്ച് നടക്കുന്നവന് വേണ്ടിയുള്ള വാഗ്ദത്തമല്ല അത്. അത്യുന്നതനെ അറിഞ്ഞ് അത്യുന്നതന്റെ മറവിൻ കീഴിൽ നിന്ന് എൻ്റെ രക്ഷയും എൻ്റെ ഭാരയും ഈ ദൈവമാണെന്ന് പറയുന്നവനുള്ള വാഗ്ദത്തങ്ങളാണ് ബാക്കി എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ.
വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം എനിക്കിഷ്ടമാണ്, പക്ഷേ വിശ്വാസത്തിന് ഒരു ആധാരമുണ്ട്, അടിസ്ഥാനമുണ്ട്. അത് ഈ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. ചില വട്ടമിട്ട് പറക്കുന്ന ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭയങ്ങളെ കർത്താവിന് കൊടുക്കാൻ പോവുകയാണ്. കർത്താവിനോട് ആ ഭയത്തിൻ്റെ മേലെ നമ്മൾ പറയാൻ പോവുക, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇന്ന് ആരെങ്കിലും ഈ കർത്താവിനെ ഇടയനായിട്ട് അല്ലെങ്കിൽ പിതാവായിട്ട് അറിയില്ലെങ്കിൽ സമർപ്പിച്ചാട്ടെ. അതിനൊന്നും വേറെ വലിയ ഹൃദയമാണ് സമർപ്പിക്കുന്നത്. ഹൗ യു ആർ ടുഡേ ഡസൻറ്റ് മാറ്റർ. കർത്താവ് നഥാനിയലിൻ്റെ, കളങ്കമില്ലാത്ത നഥാനിയലിൻ്റെയും പല ബുദ്ധിമുട്ടുകളിലൂടെയും പാപത്തിലൂടെയും കടന്നുപോയ മഗ്ദലനക്കാരി മറിയയുടെയും ശുശ്രൂഷ സ്വീകരിച്ച അതേ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മുടെ പഴയ കാലമോ, ദൈവത്തിന് നാം ഇപ്പോൾ എങ്ങനെയാണെന്നോ, ദൈവത്തിന് നമുക്ക് എന്താകാൻ കഴിയുമെന്നുള്ളത് ഇപ്പോഴേ കാണാൻ കഴിയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു സമർപ്പണം കർത്താവിന് വലിയ കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭയങ്ങൾ ദൈവത്തിന് കൊടുത്താട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മുടെ ഭയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അവിടെ പോരാട്ടമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഭയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അത് ദൈവത്തിന് കൊടുത്താട്ടെ. കർത്താവേ, എന്താണോ നിങ്ങളുടെ ഭയം അത് ദൈവത്തിന് കൊടുത്താട്ടെ. കർത്താവേ, എൻ്റെ മരണഭയം ഞാൻ അങ്ങേക്ക് നൽകുന്നു. കർത്താവേ, എനിക്ക് പണമുണ്ടാകുമോ എന്നുള്ള ചിന്ത, എൻ്റെ കുറവിനെക്കുറിച്ചുള്ള ചിന്ത ഞാൻ അങ്ങേക്ക് നൽകുന്നു. കർത്താവേ, എൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ഭയം ഞാൻ അങ്ങേക്ക് നൽകുന്നു. കർത്താവേ, ഇതിലെല്ലാം അങ്ങെന്നെ പരിപാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭയങ്ങളെ കൊടുക്കാമോ? കർത്താവേ, എൻ്റെ ജോലി ഇളകിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭയം ഞാൻ കർത്താവിന് നൽകുന്നു. എൻ്റെ ഭയം ഞാൻ കർത്താവിന് നൽകുന്നു. എൻ്റെ ഭയം ഞാൻ കർത്താവിന്, എൻ്റെ മക്കളെക്കുറിച്ചുള്ള ഭയം ഞാൻ കർത്താവിന് നൽകുന്നു. എൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള ഭയം ഞാൻ ദൈവത്തിന് നൽകുന്നു. എൻ്റെ ഇടയനെ എന്നെ ആദ്യം ആശ്വസിപ്പിക്കണമേ. എന്നെ ആശ്വസിപ്പിക്കണമേ. എന്നെ ആശ്വസിപ്പിക്കണമേ. എന്നെ ആശ്വസിപ്പിക്കണമേ. എന്നെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ഭയങ്ങളുടെ മീതെ ഞാൻ ഇന്ന് എൻ്റെ ഈ ഇടയനെ അറിയുകയാൽ, എൻ്റെ ഇടയനെ അറിയുന്നതിനാൽ ഞാൻ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഞാൻ നടത്തുന്നു. എനിക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ഈ ഇടയനുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് ഈ ഇടയനോട് പറഞ്ഞ് മടങ്ങി വന്നാട്ടെ. ഡാഡി, വി കം ബാക്ക്. ദൈവമേ, ഞാൻ മടങ്ങി വരുന്നു. എൻ്റെ മക്കൾ എന്നെ തഴയുമോ എന്നുള്ള ഭയം, അത് ഞാൻ അങ്ങേക്ക് നൽകുന്നു. ഇറ്റ് ഈസ് വെൽ വിത്ത് മീ. അങ്ങൻ്റെ ഇടയനാകിയാൽ ഇറ്റ് ഈസ് വെൽ വിത്ത് മീ. ഞാനൊരു ജീവിതത്തിൽ പുഷ്ടിപ്പെടും. നിങ്ങളുടെ ഭയത്തെ നിങ്ങൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ, ദൈവം ഈ ഇടയനെ നിങ്ങൾ അറിയുന്നത് കൊണ്ട് എന്ത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണോ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രഖ്യാപിക്കുവാനായിട്ട് നിങ്ങളെ താല്പര്യപ്പെടുന്നത്, അത് നിങ്ങളുടെ വായു തുറന്ന് നിങ്ങൾ പറയുമോ? ഹല്ലേലൂയ. ഭയത്തിന് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. കാരണം ഭാവിയെല്ലാം താതന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഈ ഇടയൻ എന്നെ ചെയ്യുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തും. He will comfort me. നടക്ക് നമുക്ക് ഒരുപാട് ദൂരം എത്താനുള്ളതാണ്. നടക്ക്, നീ ഇനിയും വലുതായിട്ടൊന്നും ചെയ്യണ്ട, വർത്താനം അങ്ങനല്ല. ആടുകളെ, തൻ്റെ മക്കളെ പരിപാലിക്കുന്ന സ്നേഹവാനായിട്ടുള്ള ഇടയൻ. ഈ ഇടയൻ നമ്മുടെ പിതാവുമാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണന് ആവശ്യമുള്ള തണുപ്പ്
ഈ ഇടയൻ നൽകും. ഈ ഇടയനറിയാം എന്നെ നീതിപാതകളിൽ കൂടെ നടത്തുവാനായിട്ട്. ഇന്ന് പാപത്തിൻ്റെ ചില അഡിക്ഷൻ്റെതായിട്ടുള്ള കെട്ടുകളിൽ ആരെങ്കിലും പെട്ടിരിക്കുന്നുവെങ്കിൽ ചോദിക്കാമോ, എൻ്റെ ഇടയനെ, എൻ്റെ പിതാവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നീതിപാതയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ ഭയത്തിൻ്റെ കൂരിരുൾ താഴ്വര എത്ര തന്നെയാണെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എൻ്റെ ഈ ഇടയൻ എൻ്റെ കൂടെയുണ്ട്. ഇത്ര ശക്തമായിട്ടുള്ള സങ്കീർത്തനമാണ്. യഹോവ നമ്മുടെ ഇടയനാകുമ്പോൾ എനിക്ക് കുറവുണ്ടാകുകയുമില്ല, ഞാൻ ഭയപ്പെടുകയുമില്ല. എന്നെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ദൈവം. ഞാനിന്ന് വിശ്വസിക്കുന്നു, ചില വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം പുതിയ ഒരു വാതിൽ തുറക്കും. പുതിയ ഒരു വാതിൽ. നിങ്ങളുടെ ജീവിതത്തിൽ ചില വാതിലുകൾ ദൈവം അടച്ചത്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിങ്ങളെ വഴി തിരിച്ചുവിടാനായിട്ടാണ്. ചിലർ ഇപ്പോഴെങ്കിലും ഈ ദൈവത്തെ അറിയേണ്ടത് ആവശ്യമാണ്. ചിലരെ സംബന്ധിച്ച അടുത്ത നിലവാരത്തിലുള്ള ദൈവവുമായിട്ടുള്ള നടപ്പിന് വേണ്ടി കർത്താവ് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിച്ചു. ഇന്ന് വരെ നിങ്ങൾക്ക് കൂരിരുളിനെ ഭയമായിരുന്നു. എന്നാൽ ആ പൊട്ടക്കുഴിയിൽ ഒരു പ്രകാശവും കടന്നു വരാത്ത ഒരു പ്രത്യാശമില്ലെന്ന് തോന്നിയ ഒരു കാരാഗൃഹത്തിൻ്റെ അനുഭവം പോലെ, ഒരു മനുഷ്യൻ്റെയും പ്രീതി എനിക്കില്ല എന്ന് തോന്നിയ സമയങ്ങളിലും അവിടെ എൻ്റെ ഇടയൻ്റെ കോൽ ഞാൻ കണ്ടപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, ഇനി എന്നെ തകർക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. ഇന്നുവരെ ഒരുപക്ഷെ ഞാൻ കേട്ട പ്രസംഗമൊക്കെ സത്യമാണല്ലോ എന്ന് മനസ്സിലാകുന്ന ചില സമയങ്ങളുണ്ട്. അതുപോലെ ചില കൂരിരുളിൻ്റെ അനുഭവം ദൈവം ചിലരുടെ ജീവിതത്തിൽ ക്രമീകരിച്ചു. ഞാനിന്ന് നിങ്ങൾക്ക് ആ കൂരിരുളിൻ്റെ വേദനയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടെങ്കിലും അതിൻ്റെ മധ്യേ നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ വെളിപ്പാടിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, ഈ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ ചില പണി ചെയ്യും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ദൈവം ഇന്നിവിടെ ആയിരിക്കുന്ന അനേകരുടെ ജീവിതത്തിൽ ചില കൂരിരുളിൻ്റെ അനുഭവത്തിൽ, ചില കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ആ വെളിപ്പാടിൻ്റെ മേൽ ചില ദൈവീക പണികൾ ഇനി ചെയ്യുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇന്ന് നമ്മുടെ യുദ്ധങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കാരണം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നാം ഇവിടെ പൊട്ടിമുളച്ചതല്ല. We were conceived first in God. ആദ്യം ദൈവമാ നമ്മെ ചിന്തിച്ചത്, നമ്മെക്കുറിച്ച് ചിന്തിച്ചത്. ദൈവം സകലതും ചിന്തിച്ചതുപോലെ മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചപ്പോൾ വളരെ നല്ലതെന്നാ ദൈവം പറഞ്ഞത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഒരു ജീവനെ, ഒരു അച്ചായനെ കുറിച്ച് ചിന്തിച്ചപ്പോഴല്ലാതെ വളരെ നല്ലത്, വളരെ നല്ലത്. നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചപ്പോൾ വളരെ നല്ലത് എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ രീതിയിൽ സമയത്ത് ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്താനാണ് നമ്മിലൂടെ. ഹല്ലേലൂയ. ശത്രുതയ്ക്ക് വേണ്ടിയല്ല അയച്ചത്,
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ യുദ്ധം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ശത്രുക്കൾ കാണെ വിരുന്നൊരുക്കണമോ കാണാതെ വിരുന്നൊരുക്കണമോ എന്നുള്ളത് നമ്മുടെ ഇടയൻ തീരുമാനിച്ചോട്ടെ. എനിക്ക് ശത്രുതയ്ക്ക് സമയമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ എന്നെ ഇങ്ങോട്ട് അയക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. സ്വർഗത്തിൽ സമാധാനമായിട്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ദൈവത്തിനൊരു താല്പര്യം, എൻ്റെ മകനായ യേശുക്രിസ്തുവിലൂടെ ഞാൻ മഹത്വപ്പെട്ടതുപോലെ എൻ്റെ ഈ ദൈവമക്കളിലും ഞാൻ മഹത്വപ്പെടും. ഐ എം ഹിയർ ടു റിവീൽ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നാം ഓരോരുത്തരും ഇന്നിവിടെ ആയിരിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിപ്പിക്കുവാൻ മാത്രമാകുന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നീ അതുകൊണ്ട് തിന്നാലും കുടിച്ചാലും നീ എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായുള്ളത് ചെയ്യുക. ഹല്ലേലൂയ. നമുക്കൊന്ന് ക്ഷമിക്കാനൊരു തീരുമാനം എടുക്കാമോ? ശത്രുതയ്ക്ക് വേണ്ടിയുള്ള സമയമല്ല ഇത്. വഴക്കിനോ ശണ്ഠയ്ക്കോ കലഹത്തിനോ അതിനല്ല നമ്മളെ അയച്ചത്. അയക്കാത്ത കാര്യത്തിൽ ഏർപ്പെട്ടാൽ കൃപയും ലഭിക്കത്തില്ല, മഹത്വവും കാണുകയില്ല. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ അകത്തുള്ള ശത്രുത ഞങ്ങൾ വിട്ടുകളയുക. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുക, ഓർമ്മിപ്പിക്കുക, ഹെൽപ്പ് ചെയ്യുക. നിങ്ങളെ ക്ഷമിക്കേണ്ടത്. ക്ഷമിച്ചാട്ടെ. ചിലർ കാത്തിരിക്കുക ആ വിരുന്ന് കർത്താവ് ഒരുക്കിയിട്ട് വേണം അവനോട് രണ്ടെണ്ണം പറയാനായിട്ട്. അങ്ങനൊരു വിരുന്ന് വരുമോ എന്ന് എനിക്കറിയത്തില്ല. ക്ഷമിച്ച് ശത്രുത വിട്ടാട്ടെ. ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ എനിക്കെതിരെ വരുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ അതെൻ്റെ ഇടയൻ കൈകാര്യം ചെയ്യട്ടെ. ആടിനെ കൊല്ലാൻ വരുന്ന സിംഹത്തെ ദാവീദ് തകർത്ത കഥ നമുക്കറിയാം. ഹല്ലേലൂയ. അത് മനുഷ്യനായിട്ടുള്ള ഇടയനാണെങ്കിൽ യാഹ്വേ റോഹി എത്ര അധികം നമ്മെ പരിപാലിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആത്മാവിൽ റൂത്തിൻ്റെ പേർ ഞാൻ കേൾക്കുന്നു. ഐ ബിലീവ് ദാറ്റ് there is an anointing that is coming upon you. ദൈവം വിളിച്ചിരിക്കുന്ന വിളി അത് നിവർത്തിക്കുവാൻ ശക്തമായിട്ടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തോടെയുള്ള കരുതലോടെയുള്ള അഭിഷേകം താങ്കളുടെ തലയിൽ കർത്താവ് ഒഴിക്കും, കർത്താവ് പകരും. ഫിലിപ്പ് ലേഖനം 1:4 ഞാൻ ഓർക്കുന്നു, 1:4-6. The Lord who is faithful, the Lord who began a good work, നല്ല വേല തുടങ്ങി വെച്ച ദൈവം അത് മുഴുമിപ്പാൻ വിശ്വസ്തനാവും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ശത്രുത്വമെല്ലാം നമ്മൾ മാറ്റിവെച്ചാട്ടെ. ശത്രുത്വമെല്ലാം മാറ്റിവെച്ചാട്ടെ. ദൈവം എനിക്ക് വേണ്ടി നൽകാൻ ആഗ്രഹിക്കുന്നത് സ്വീകരിക്കാൻ എനിക്ക് ആരോടും കറുവ് കാണിക്കേണ്ട കാര്യവുമില്ല, എനിക്ക് ആരോടും ശത്രുത്വവും കാണിക്കേണ്ട കാര്യമില്ല. ഇന്ന് തീരുമാനിച്ചാട്ടെ, അതല്ല എൻ്റെ രീതി. എന്നെ പരിപാലിക്കുന്ന ഒരു ഇടയനുണ്ട്. ഞാൻ ട്രാക്ക് മാറണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കുക. കാരണം എൻ്റെ ഇടയന് എന്നെ കൊണ്ടുപോകേണ്ട വഴികൾ അറിയാം. ചിലരെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന നിന്റെ തീരുമാനങ്ങളെ അങ്ങ് മാറ്റി അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ? അത് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ? ആടല്ല തീരുമാനിക്കുന്നത് വഴി ഏതാണ്, ഇടയനാ തീരുമാനിക്കുന്നത്. നിന്റെ വഴികളിൽ കർത്താവിനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സ്മിത, ഞാൻ വിശ്വസിക്കുന്നു, ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ഇടയനാകുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നീ വരുന്ന ദിവസങ്ങളിൽ കാണും. ഹല്ലേലൂയ. യെസ്, എൻ്റെ അകത്തുള്ള അൺഫോർഗിവ്നെസ്
ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ഒരുപക്ഷെ കർത്താവ് മനസ്സിലാക്കി നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളെ ബലപ്പെടുത്തി അതിനുവേണ്ടി സഹായിക്കും. ക്ഷമിക്കില്ല എന്ന് പറയുന്നത് അഹങ്കാരമാണ്. അത് ദൈവത്തിന് മുമ്പാകെ നിൽക്കുകയില്ല. ഇന്ന് തീരുമാനിക്കാമോ? ഞാൻ ക്ഷമിക്കുകയാണ്. എൻ്റെ ശത്രുത ഞാൻ മാറ്റിവെക്കുകയാണ്. എൻ്റെ നേരെ വരുന്ന യുദ്ധം, എൻ്റെ ബാറ്റിൽസ്, എൻ്റെ ഇടയനെ ഞാൻ അങ്ങേക്ക് നൽകുന്നു. എൻ്റെ പിതാവെ ഞാൻ അങ്ങേക്ക് നൽകുന്നു. ആടുകൾ ഭയപ്പെടാതെ വണ്ണം അതിനെ സിംഹത്തിൽ നിന്നും ചെന്നായ്ക്കളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്ന ഇടയൻ, നമ്മുടെ ഇടയൻ ഇന്ന് ശക്തനായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല. ആ സകല നിങ്ങളുടെ നേരെ ഇപ്പോൾ ഞാനിങ്ങനെ സെൻസ് ചെയ്യുക, പലരുടെ നേരെയും ഇങ്ങനെ ഭയങ്ങൾ കയറി വരാൻ നോക്കുകയാണ്. പറഞ്ഞാട്ടെ, ഒരു അനർത്ഥവും എനിക്ക് നേരെ ഭവിക്കുകയില്ല, എൻ്റെ കുടുംബത്തിന് നേരെ ഭവിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ സഭയായി ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെന്നും അങ്ങ് ഇടയനായിരിക്കുന്ന, അങ്ങ് വഴികാട്ടുന്ന പിതാവായിരിക്കുന്ന സഭയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കുമേൽ ഇങ്ങനെ അവസാന വാക്കുകൾ, ഈ വാക്യങ്ങൾ പ്രഖ്യാപിക്കുക. നന്മയും കരുണയും ഞങ്ങൾ ഓരോരുത്തരുടെയും ആയുഷ്കാലം ഒക്കെയും ഞങ്ങളെ പിന്തുടരും. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കർത്താവെ, സഭയെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഡാഡി, ഇന്ന് ആർക്കൊക്കെ ഒരു പിതാവില്ല, ഒരു ഇടയനില്ല, എന്നെ നയിക്കുവാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, എന്നെ പരിപാലിക്കുവാൻ ആരുമില്ല, എന്നെ സൂക്ഷിക്കുവാൻ ആരുമില്ല, എന്നെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് എൻ്റെ ശത്രുക്കൾ എന്നെ വിഴുങ്ങുവാൻ വരുന്നു, ഭയത്താൽ അടിപ്പെട്ട് കിടക്കുന്നവർ, കർത്താവെ, സകലരുടെ മേലും ഈ വാക്ക് അത് നിവൃത്തിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ പിതാവാകുന്ന ദൈവം എൻ്റെ ഇടയനും കൂടെ ആകുന്നു എന്നുള്ള വലിയ സത്യത്തിലേക്ക്, ആ വെളിപ്പാടിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, അപ്പാ, ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾക്കൊരു കുറവും ഉണ്ടാകുകയില്ല. ഞങ്ങൾ സ്വസ്ഥതയോടെ ഞങ്ങൾ വസിക്കും. ഞങ്ങളുടെ പ്രാണനെ സമാധാനത്തോടെ തണുപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ ലാളനയിലും ദൈവത്തിൻ്റെ സന്തോഷത്തിലും ഞങ്ങൾ മുന്നേറും. ഞങ്ങൾ ഇനി കൂരിരുൾ താഴ്വരയെ ഭയപ്പെടുകയില്ല. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഇടയൻ അവിടെയും ഞങ്ങളെ അന്വേഷിച്ചു വരും. താങ്ക് യു ഡാഡി. ഞങ്ങളുടെ മേൽ അങ്ങ് പകരുവാൻ ആഗ്രഹിക്കുന്ന അഭിഷേകത്തിനായി ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. എന്തിനു വേണ്ടി ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നുവോ അത് മുഴുവൻ നിവൃത്തിയാകട്ടെ. ഇന്നു മുതൽ ഞങ്ങൾ ചെയ്യുന്ന സകലത്തിലും മഹത്വം അങ്ങേക്കു മാത്രം. അങ്ങയുടെ നാമം വലിയ അളവിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മഹത്വപ്പെടട്ടെ. ഞങ്ങൾ പറയുന്ന സുവിശേഷത്തെക്കാൾ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലൂടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നന്മയിലും കരുണയിലും ഞങ്ങൾ അങ്ങേ സ്തുതിക്കും. അനുഗ്രഹം കിട്ടുമ്പോൾ ഞങ്ങൾ ദൈവത്തെ മറക്കുന്ന ജാതി ആകെയില്ല. ഞങ്ങൾ എന്നും അങ്ങയുടെ ആലയത്തിൽ ദീർഘകാലം ഞങ്ങൾ വസിക്കും. ഇവിടെ ആയിരിക്കുന്ന സകലരുടെ മേലും ദൈവത്തിൻ്റെ ദീർഘായുസ്,
ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെതായിട്ടുള്ള സൗഖ്യം, കർത്താവിൻ്റെ സകല ഉടമ്പടി അനുഗ്രഹങ്ങളും സകലർമേലുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.